ശരത്തിന്റെ സംഭാഷണത്തിൽ ഞെട്ടലില്ലെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ഗൌരവതരമാണ് ശരത് പ്രസാദിന്റെ വെളിപ്പെടുത്തൽ. അന്വേഷണം ആവശ്യപ്പെട്ട് ആദായനികുതി വകുപ്പിന് പരാതി നൽകിയതായും അനിൽ അക്കര തൃശൂരിൽ പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത്ത് നടത്തിയ ഇന്നത്തെ AC മൊയ്തീനെ കുറിച്ചും അതുപോലെ തന്നെ MK കണ്ണനെ കുറിച്ചും CPMന്റെ ജില്ലയിലെ ഉന്നതരായ നേതാക്കന്മാരെ കുറിച്ചും നടത്തിയ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയാണെങ്കിലും ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഇതൊരു പുതുമയായ കാര്യമല്ല. പക്ഷേ എങ്കിലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ശരത്തിന്റെ വെളിപ്പെടുത്തൽ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഗൗരവതരമാണ്. ശരത്തിന്റെ ഓഡിയോയിൽ പറയുന്ന കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടർ കേസെടുക്കണമെന്ന് അനിൽ അക്കര ആവശ്യപ്പെട്ടു. ലൈഫ് മിഷൻ ഇടപാടിൽ AC മൊയ്തീൻ കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട്. ലൈഫ് മിഷൻ ഇടപാട് CBI അന്വേഷിച്ചാൽ മൊയ്തീൻ രണ്ടാം പ്രതിയാകും. CBI കേസ് അന്വേഷിച്ചാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രതിയായി AC മൊയ്തീൻ വരും. UAE കോൺസുലേറ്റിൽ നിന്നും ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിന്റെ കയ്യിൽ നിന്നും, അടിവരായിട്ട് പറയാൻ, ഖാലിദിന്റെ കയ്യിൽ നിന്നും ഫോറിൻ മണി കൈപ്പറ്റിയ ആളാണ് AC മൊയ്തീൻ. അതുകൊണ്ടാണ് CBI കേസ് വരരുത് എന്ന് ആഗ്രഹിച്ച് അതിനകത്ത് കേസ് പോകുന്നത്. അതുപോലെ തന്നെയാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് 12 സഹകരണ ബാങ്കുകൾക്കെതിരെ അന്വേഷണം പോയി. ആ 12 സഹകരണ ബാങ്കുകളിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട AC മൊയ്തീൻ, MK കണ്ണൻ, വർഗീസ് കണ്ടകുളത്തി, MM വർഗീസ്, അനൂപ് ഡേവിസ് കാട, ഈ 5 നേതാക്കന്മാർ ഈ 12 സഹകരണ ബാങ്കിലെ കേസിനകത്ത് പ്രതിയാകേണ്ട ആളുകളായിരുന്നു. ഖാലിദിൽ നിന്നും നേരിട്ട് പണം കൈപ്പറ്റിയ ആളാണ് മൊയ്തീൻ. അഴിമതി കേസുകളിൽ ED അന്വേഷണം നിർത്തിയത് നേതാക്കളെ രക്ഷിക്കാനാണെന്നും അനിൽ അക്കര പറഞ്ഞു. ആദായനികുതി വകുപ്പിന് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ശരത്തിന്റെ വെളിപ്പെടുത്തൽ ഗൌരവതരമാണെന്നും CPM നേതാക്കളുടെ അനധികൃത സമ്പാദ്യം പാർട്ടിയിലെ ഒരു വിഭാഗം യുവാക്കൾ അംഗീകരിക്കുന്നില്ലെന്നും അനിൽ അക്കര കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.